ഓപ്പൺ കിച്ചൺ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30. Open Kitchen brought to you by Supernova, flavored by nature. in association with ISI മുദ്ര പരസ്യത്തിലല്ല പൈപ്പിൽ തന്നെയുള്ള ശക്തിമാൻ സൂപ്പർ തന്നെ സൂപ്പർ. Aquadeck, touching lives for a better tomorrow. ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥകളി ആസ്വാദകൻ എന്ന് സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നിരവധി കഥകളി പഠന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ശ്രീ CMD നമ്പൂതിരിപ്പാട് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. 70 വർഷത്തിലധികമായിട്ടുണ്ടാകും ഒരു പക്ഷേ കഥകളി കാണുകയും അതേക്കുറിച്ച് എഴുതാൻ തുടങ്ങിയത് അത്രയും വർഷമായിട്ടില്ല. കഥകളി കണ്ടു തുടങ്ങിയിട്ട് 70 വർഷത്തിലധികമായിട്ടുണ്ടാകും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഥകളി പണ്ഡിതൻ എന്നോ ഒന്നുമല്ല, മികച്ച ഒരു കഥകളി ആസ്വാദകൻ എന്ന് മാത്രം ലളിതമായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ. എന്ന് മുതൽക്ക് ഉണ്ട് ഈ കളിഭ്രാന്ത്? കളിഭ്രാന്ത് തുടങ്ങിയത് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാണ്. ആദ്യമൊക്കെ കളി കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 20 വയസ്സിന് ശേഷം കുറച്ച് ഭ്രാന്ത് കൂടുതലായി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോഴാണ് കഥകളിയെ പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരുന്നത്. അതുവരെ കഥകളി കാണാറുണ്ട്, പക്ഷേ അതേപ്പറ്റി മുഴുവൻ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. പറഞ്ഞില്ലേ, പട്ടിക്കാന്തടി രാവണിമേനാശാൻ്റെ വേഷം കണ്ടിട്ടുണ്ട്, ഗുരു കുഞ്ചിക്കുറുപ്പിൻ്റെ കണ്ടിട്ടുണ്ട്. അതുപോലെ മഹാന്മാരുടെ വേഷങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതുമായിട്ടൊരു ഒരു മമത വന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോഴാണ്. പിന്നെ അതിങ്ങനെ വർദ്ധിച്ചു വരും ഓരോരോ സാഹചര്യത്തിൽ. അതിനിടയ്ക്ക് വിവാഹം കഴിച്ചത് കലാമണ്ഡലം കേശവൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അപ്പോൾ അങ്ങനെ കഥകളിയായിട്ട് ബന്ധപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ കഥകളി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനോട് കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റായി. കഥകളി ക്ലബിലെ അംഗത്വം, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും കഥകളിയിൽ താല്പര്യം വർദ്ധിച്ചു എന്ന് പറയുന്നത് ശരി. പിന്നെ കലാകാരന്മാരുമായിട്ടുള്ള സഹവാസം, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അറിയാം, പുസ്തകങ്ങൾ വായിക്കുക. ഇങ്ങനെ ഒരു പ്രത്യേക ബിന്ദുവിൽ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഇപ്പോഴും അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴും മുഴുവൻ കഥകളി ആസ്വദിക്കാറായി എന്നെനിക്ക് പറയാറായിട്ടില്ല. 1959 തോന്നുന്നു റെയിൽവേയിൽ ജോലി ചെയ്യുമ്പോൾ ആർക്കോണം കേരള സമാജത്തിന് വേണ്ടി കഥകളി സംഗീതം എന്ന പേരിലൊരു ലേഖനം, അത് പ്രസിദ്ധീകരിച്ചോ എന്ന് പോലും താങ്കൾക്ക് അറിയില്ല. പക്ഷെ പിന്നീട് എപ്പോഴാണ് കഥകളി എഴുത്ത് ഗൗരവമായി കാണാൻ തുടങ്ങിയത്? കഥകളി എഴുത്ത് ഗൗരവമായിട്ട് കണ്ടത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ അംഗമായതിൻ്റെ ശേഷമാണ്. തൃശ്ശൂർ കഥകളി ക്ലബ്ബ് 65 തുടങ്ങി. 79 ആദ്യത്തെ ലേഖനം തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ പ്രസിദ്ധീകരിച്ചത്. അതാണ് കഥകളിയിൽ ആദ്യം ഉണ്ടായ ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പേ വേണമെങ്കിൽ ഒരു ബന്ധം പറയാനുള്ളതൊക്കെ കേരള രാജ്യത്തിൽ കഥകളി ഒരു വാർത്തയുടെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം എഴുതിയിരുന്നു. മറ്റേ ഒരു കഥകളി ആസ്വാദകനായിരുന്ന KC മാരാർ ഒരു ലേഖനം എഴുതിയിരുന്നു കേരള രാജ്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ആ പത്രത്തിൽ എൻ്റെ ഒരു ഖണ്ഡനാഭിപ്രായം അതിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് വാക്ക് പോര് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ പിന്നീട് തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അതാണ് വേണമെങ്കിൽ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യത്തെ ലേഖനം വന്നത് തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ കഥകളിയുടെ ഭാവിയെ പറ്റിയിട്ടൊരു ലേഖനം എഴുതി. അതാണ് ആദ്യമായിട്ടുള്ള ലേഖനം, പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനം. ഇപ്പോൾ ഓരോ ആസ്വാദകൻ്റെയും രുചിഭേദങ്ങൾ വ്യത്യസ്തമാണ്, ആസ്വാദന ശീലങ്ങൾ അഭിരുചികളൊക്കെ വിഭിന്നമാണ്. മികച്ച ആട്ടക്കാരൻ എന്ന് പറയുന്നത് ഒരാൾ തന്നെ ആകണം എന്നില്ല എല്ലാവർക്കും. പക്ഷേ എങ്കിൽ പോലും ചോദിക്കുകയാണ്, അവിസ്മരണീയമായ ഒരു പ്രകടനം, അതിശയിപ്പിച്ച ഒരു പ്രകടനം ആരുടേത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം അസാധ്യമായിരിക്കാം. എങ്കിൽ കൂടി എന്താകും മറുപടി? ഞാൻ പറയുകയാണെങ്കിൽ വാഴങ്ങാട് കുഞ്ചിനായരാശാൻ്റെ ഒരു 4-ാം ദിവസത്തെ ബാഹുകൻ കാണുകയുണ്ടായി.
അതിൽ ഈ അവസാനത്തെ രംഗത്തിൽ ദമയന്തിയായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഏറ്റവും നാടകീയത നിറഞ്ഞ ഭാഗം. അത് ദമയന്തിയുടെ പദം കഴിയുന്നവരെ ബാഹുകനൊന്നും യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതാണ് അതിൻ്റെ അവതരണ രീതി. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പദം തുടങ്ങുന്നത്. പക്ഷേ ഇത്രയും സമയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന വികാരം, ആ കഥാപാത്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതുപോലൊരു സന്ദർഭം വേറൊരു ഘട്ടത്തിലുണ്ടായതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് വേണമെങ്കിൽ പറയാവുന്നത് അതാണ്. അതല്ലാതെ പിന്നെ പല വേഷങ്ങളും പലരുടെയും മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക സന്ദർഭം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സന്ദർഭമാണ് പറയുക. കാരണം അവിടെ എന്തായിരുന്നു, അദ്ദേഹം അഭിനയിക്കുകയായിരുന്നോ അതോ അദ്ദേഹം അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയോ, എനിക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. എന്താണ് കാരണം എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ആ ബാഹുകൻ്റെ ആ വികാരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഒരു കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനം. ആസ്വാദകന് ആ കഥാപാത്രമായിട്ട് മാറാൻ കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയും പിന്നെ നടനാണ് കഥാപാത്രമായിട്ട് മാറേണ്ടതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കഥകളിയിൽ കുറച്ച് വ്യത്യസ്തമാണ്. തോന്നുന്നു കഥകളിയിലെ ആസ്വാദകരും കുറേയൊക്കെ ആ കഥാപാത്രമായിട്ട് മാറാറുണ്ട്. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ പണ്ട് KPS മേനോൻ്റെ പുസ്തകത്തിലുണ്ട്. കണ്ടോത്ത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധനായ വേഷക്കാരുണ്ടായിരുന്നു. അതിൽ ക്രിമീരവത്തിൽ ധർമ്മപുത്രരുടെ പദത്തിൽ കാളാമ്പുത രുചി തേടും ഇവനെ എന്നൊരു ഭാഗമുണ്ട്. ആ സമയത്ത് കാളരാത്രി പോലെയുള്ള ആ വനം കണ്ടപ്പോൾ ഒരു ആസ്വാദകൻ പറഞ്ഞു, ആ വിളക്കിൻ്റെ തിരിയൊന്ന് നീട്ടാൻ പറഞ്ഞു എന്നൊരു കഥയുണ്ട്. അപ്പം അത് വാസ്തവത്തിൽ ആ ആസ്വാദകൻ്റെ മനസ്സിൽ ഈ വികാരം ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അങ്ങനെ ഒരു കാളരാത്രി പോലെയുള്ള ഒരു കാടിൻ്റെ അകത്ത് പെട്ട പ്രതീതി ആസ്വാദകന് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നടന് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ, അല്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല, എല്ലാ സമയത്തും സാധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഉദാഹരണം ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ 4-ാം ദിവസത്തെ ബാഹുകൻ പല വേഷക്കാരെയും കണ്ടിട്ടുണ്ട്, പലതും ഇപ്പം ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ, രണ്ടാമതൊന്നും ഉണ്ടായിട്ടില്ല. അതാ പറഞ്ഞതിൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. അത് ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ. കഥകളി സംഗീതത്തെ മതേതരമാക്കുകയും അതേസമയം മഹത്തരമാക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ കലാമണ്ഡലം ഹൈദരാലി. അദ്ദേഹത്തിൻ്റെ വേർപാട് സൃഷ്ടിച്ച ശൂന്യത ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള ബന്ധമായിരുന്നു അദ്ദേഹവുമായിട്ട് അങ്ങേക്കുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു FSCTയിൽ ആണ് എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായിട്ടുള്ള കലാമണ്ഡലം കേശവൻ FSCT ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോഴും ഞാൻ അവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അവർ ഏലൂരിൽ തന്നെ FSCT ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കളരിയുള്ളത്. അപ്പോൾ കളരിയിൽ ഇടയ്ക്കൊക്കെ ചെന്ന് ചൊല്ലിയാട്ടം കാണും. അന്ന് കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയും കലാമണ്ഡലം ഹൈദരാലിയാണ് അവിടുത്തെ പ്രധാന പാട്ടുകാർ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹൈദരാലിയായിട്ട് അധികം മിങ്കിൾ ചെയ്തിരുന്നില്ല അന്ന്. എന്താ പ്രത്യേക കാരണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. എനിക്ക് കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് ശങ്കരൻ എമ്പ്രാന്തിരിയായിട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ട് ശ്രദ്ധിച്ചിരുന്നു. അന്ന് ആദ്യകാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ സ്വല്പം ഈ ലളിതഗാന ശൈലി ഇങ്ങനെ കടന്നു വന്നിരുന്നു. അപ്പോൾ എന്നെ പോലുള്ള ഈ പഴയ ആസ്വാദകർക്ക് അത്രത്തോളം ഹൃദ്യമായിരുന്നു എന്ന് പറയാൻ വയ്യ. അത് ആദ്യകാലത്ത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മാറി, വളരെ വ്യത്യാസപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ കൂടുതൽ എടുക്കുന്നത് 1987 ഗൾഫിൽ വെച്ചിട്ട് ആദ്യമായിട്ടൊരു കഥകളി അരങ്ങേറാൻ തീരുമാനിച്ചു. അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് കഥകളി അവതരിപ്പിച്ചു ഞാനാണ് എന്നൊരു ഒരു ഒരു ഏവത്രം വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്ന് അവിടുത്തെ കൾച്ചറൽ സെൻറ്ററിലെ ഭാരവാഹികൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥകളി നടത്തിയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, ആളെയൊക്കെ സംഘടിപ്പിക്കാം, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏറ്റോളണം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അന്ന് അവർക്ക് അവിടെ ഗൾഫിലായത് കാരണം ഹൈദരാലിയെ വിളിക്കണം എന്ന് അവർക്കൊരു മോഹം. എൻ്റെ സുഹൃത്താണ് എമ്പ്രാന്തിരി. അപ്പോൾ കാര്യം ചെയ്തു, 2 പേരെയും ക്ഷണിച്ചു. എമ്പ്രാന്തിരിയും ഹൈദരാലിയെയും ആദ്യം ക്ഷണിച്ചു. അതിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ സമയത്ത് വന്നപ്പോൾ ഹൈദരാലി പറഞ്ഞു, എനിക്ക് പൊന്നാനി പാടണം, പൈസ ഒക്കെ ഇത്തിരി കുറഞ്ഞാലും വിരോധമില്ല എന്നൊരു ഒരു ആവശ്യം ഉന്നയിച്ചു.
അപ്പം ഞാൻ അത് കാര്യമായിട്ട് വിഷമിച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പം ഇവർ രണ്ടുപേരും സഹപാഠികളാണ്. എന്നാൽ രണ്ടുപേർക്കും എൻ്റെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വെച്ചു. ഒന്നിൽ കൂടുതൽ പരിപാടികൾ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം എന്ന് ഞാൻ ധരിച്ചു. ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ നിർബന്ധമാണെങ്കിൽ രണ്ടുപേരും മാറി മാറി നിൽക്കുക. അത് വലിയൊരു വിഷമമൊന്നും കാണില്ല. എംബ്രാന്തിരി എൻ്റെ സുഹൃത്തും അല്ല എന്ന് വിചാരിച്ച് എംബ്രാന്തിരിക്ക് ആ കാര്യത്തിന് കത്തയച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര നീരസം. അതിന് ശേഷം ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് അതുകൊണ്ട് വലിയ തകരാറുണ്ടായി. അതാണ് സംഭവിച്ചത്. അത് കുറേ കാലം നിലനിന്നു. എനിക്കുണ്ടായ നഷ്ടം അതാണ് ഏറ്റവും കൂടുതൽ. അന്ന് മുതൽക്ക് അപ്പം പിന്നെ ഹൈദരാലി പ്രധാന പാട്ടുകാരനായി എംബ്രാന്തിരി ഒഴിവാക്കി കലാമണ്ഡലം രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായിട്ടുള്ള രാജേന്ദ്രനെ ഏർപ്പാട് ചെയ്ത് അങ്ങനെ അന്ന് മുതൽക്കാണ് ഹൈദരാലിയായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടായത്. പിന്നെ നാട്ടിൽ വന്നിട്ട് പലപ്പോഴും എൻ്റെ അച്ഛൻ്റെ ജന്മശതാബ്ദിക്കും അപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു പങ്കെടുത്തത്. അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പോഴേക്കും എനിക്കും ഹൈദരാലിയുടെ പാട്ടിനോട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടക്കേട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹത്തിനും ആ കഥകളിത്തം കൂടുതലായിട്ട് വന്നു തുടങ്ങി. അതിനുശേഷം മാറ്റം വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം. ആത്മകഥയിൽ അങ്ങ് എഴുതിയിട്ടുണ്ട്, അരങ്ങിലെ മഹാന്മാർ ഓരോരുത്തരായി വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ കഥകളിയോടുള്ള താല്പര്യം കുറയുന്നു, കളി കാണാനുള്ള താല്പര്യം കുറയുന്നു, പുതിയ ആട്ടക്കഥകൾ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മടുപ്പ് ഉള്ളിൽ തോന്നാൻ കാരണം? പുതിയ കാലം അരങ്ങിന് സമ്മാനിക്കുന്നത് നിരാശ മാത്രമാണോ? ചെറുപ്പക്കാർ മിടുക്കന്മാരെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ്റെ ഒരു പ്രധാന വേഷം ഞാൻ കണ്ടത് 1957 കോട്ടയത്ത് വെച്ച സാഹിത്യ പരിഷത്തിനാണ്. അന്ന് അദ്ദേഹത്തിനൊരു 32 വയസ്സായിട്ടുണ്ടാവണം. അദ്ദേഹത്തിനേക്കാൾ ഒരു 10-15 വയസ്സ് കൂടുതലുണ്ട് കലാമണ്ഡലം കൃഷ്ണനായരാശാന്. അന്ന് കല്യാണ സൗഗന്ധ്യത്തിൽ കൃഷ്ണനായരാശാൻ്റെ ഭീമനും രാമൻകുട്ടി നായരാശാൻ്റെ ഹനുമാനുമായിരുന്നു. അപ്പോൾ ഇത്രയും വയസ്സ് വ്യത്യാസമുള്ള ഒരാളുടെ കൂടെ ഭീമൻ കെട്ടാൻ അന്ന് കൃഷ്ണനായരാശാനും തയ്യാറായി. ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരവും കിട്ടി. എന്നാൽ ഇന്നിപ്പോൾ അതുപോലെ ഒരു കല്യാണ സൗന്ദര്യം കാണാൻ ഇപ്പോൾ ഗോപിയാശാൻ്റെ ഭീമം വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ള നിലയായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പറ്റിയ ഹനുമാനെ ഇല്ലാത്ത കൊണ്ട് അദ്ദേഹം ഭീമം കെട്ടാൻ തയ്യാറാവില്ല. ഉണ്ടെങ്കിലും ആദ്യത്തെ 15 മാത്രം കഴിഞ്ഞാൽ അദ്ദേഹം മാറും. അങ്ങനെ ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ തനിക്കാൻ പോരുമ്പോഴുള്ളൊരു വേഷക്കാരുടെ അഭാവം പൊതുവെ കൂടുതൽ പ്രകടമായിട്ട് അങ്ങനെ കാലം കഴിയുന്തോറും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കാലോചിതമായ ഒരു മാറ്റം കഥകളിയിൽ അത് എത്രത്തോളം അനിവാര്യമാണ്? ചിട്ടയായ ചില സമ്പ്രദായങ്ങളുണ്ട്, അത് കാത്തു സൂക്ഷിക്കുക എന്നതല്ലേ കഥകളിയുടെ ഒരു ക്ലാസിക്? തീർച്ചയായിട്ടും ചിട്ടയായിട്ടുള്ള ആ സമ്പ്രദായം കാത്തു സൂക്ഷിക്കാതെ കഥകളി നിലനിൽക്കില്ല എന്നുള്ള വളരെ ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്. കഥകളിയിലെ അഭ്യാസത്തിന് തന്നെയാണ് പ്രധാനം, അഭ്യസനം രീതിക്കാണ് പ്രധാനം. അത് ഇന്നുള്ളതിനേക്കാൾ കഠിനമായിട്ട് തുടരണം. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് കഥകളിക്ക് കാര്യമായിട്ടുള്ള ഗുണം കിട്ടുന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ പഴയ മാതിരി ഗുരുകുല വിദ്യാഭ്യാസം നടത്താൻ പറ്റുമോ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വയമീഡിയ ആയിട്ട് നമ്മളൊരു സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരുക. അതേ സമയത്ത് അഭ്യസനം മുറ പോലെ നടന്നില്ലെങ്കിൽ ഇത് നിലനിൽപ്പില്ല. ഈ കോട്ടയം കഥകൾ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിൽ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ ക്ലാസിക്കൽ ഏതെങ്കിലും കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം ചിട്ടയായിട്ടുള്ള അഭ്യാസമില്ലാതെ കഥകളിക്ക് പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ടാണോ പുതിയ കഥകൾ അത്രമേൽ സ്വീകാര്യമാകാതെ പോകുന്നത്? ഇന്നും ഇതിഹാസങ്ങൾ തന്നെയാണ്, മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ തന്നെയാണ് ആട്ടക്കഥയ്ക്ക് ആധാരമായി മാറുന്നത്. പുതിയ കഥകൾ സ്വീകാര്യമല്ലാതായി പോകുന്നത് വേഷവിധാനങ്ങളുമായി അത് യോജിപ്പിലെത്തില്ല എന്നതുകൊണ്ടാണോ? അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്.
കേരളത്തിലുള്ള മഹാകവികളെല്ലാവരും ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. വെള്ളത്തോൾ അടക്കം. വെള്ളത്തോളിൻ്റെ ഔഷധാഹരണം കലാമണ്ഡലത്തിൽ അദ്ദേഹം അതിൻ്റെ എല്ലാമായിരുന്ന കാലത്താണ് അവിടെ അരങ്ങേറിയത്. പക്ഷേ എന്നിട്ട് പോലും അതിന് നിലനിൽപ്പുണ്ടായില്ല. അതിനപ്പോൾ കാരണം അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള ഔന്നത്യം മാത്രമല്ല, അത് പല ആട്ടക്കഥകൾക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ആട്ടക്കഥ അരങ്ങേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കൊച്ചിയിലൊരു വീരകേരളവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു ആട്ടക്കഥ എഴുതും, ഉച്ചയ്ക്ക് അത് ചൊല്ലിയാടിപ്പിക്കും, രാത്രി കളിപ്പിക്കും. ഇങ്ങനെ 40-41 ദിവസം തുടർച്ചയായിട്ട് നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്ര. അത് കഴിഞ്ഞ് ഈ 41 ആട്ടക്കഥകൾ ഇന്ന് ആരും കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ ആട്ടക്കഥകൾ വരിക എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ നമുക്ക്. ഇപ്പോൾ ഇത്രയും കാലത്തെ പുതിയ ആട്ടക്കഥകളിൽ അരങ്ങത്ത് വിജയിച്ചിട്ടുള്ള ഒരൊറ്റ ഒന്നേ ഉള്ളൂ, കർണശപഥം ഒരു ആട്ടക്കഥ മാത്രമേ ഉള്ളൂ. അതിന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ കാരണം പറയാം. ഞാൻ പറയാച്ചാൽ അതിൻ്റെ സംഗീതമാണ് പ്രധാന കാരണം. അതായിരുന്നു. അപ്പോൾ അത് കൂടുതൽ നന്നാക്കാനുള്ള പ്രധാന കാരണക്കാർ ഉണ്ണീഷക്കുറുപ്പും ശങ്കരൻ എമ്പ്രാന്തിരിയും ഹൈദരാലിയും ഹരിദാസും ഒക്കെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ചിലവർക്ക് വേറെ അഭിപ്രായമായിരിക്കും. അതെ. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 70 വർഷത്തിലധികമായി കഥകളി കാണുന്ന ഒരാളാണ്. എന്താണ് അരങ്ങിൽ കാണാൻ ആഗ്രഹിക്കുന്ന പുതുമ, അവശേഷിക്കുന്ന സ്വപ്നം എന്താണ് കഥകളി? ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ ഇപ്പോഴുള്ള കലാകാരന്മാരുടെ വല്ല പ്രകടനവും കാണുക എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഗോപിയാശാൻ്റെ ഒരു നല്ല സ്ത്രീവേഷം കാണണം എന്നുള്ളത് വലിയൊരു മോഹം. അല്ല, നല്ല സ്ത്രീവേഷം എന്ന് പറഞ്ഞാൽ കുന്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതല്ല ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ലളിത ക്രമരൂപത്തിൽ ലളിതയോ അല്ലെങ്കിൽ പിന്നെ കാലകീയത്തിൽ ഉർവശി അല്ലെങ്കിൽ പിന്നെ മറ്റേ അങ്ങനെയുള്ള 2-3 വേഷങ്ങൾ ഭഗവതത്തിൽ എഴുതേണ്ടത് പിന്നെ നടക്കും തോന്നുന്നില്ല. എങ്കിലിങ്ങനെ പിന്നെ മറ്റേ നരകാസുരത്തിൽ എഴുതുക. ഇങ്ങനെ ഈ 3-4 സ്ത്രീവേഷങ്ങളെ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു മോഹമുണ്ട്. ബാക്കിയൊന്നും ഇപ്പം അങ്ങനെ മനസ്സിലില്ല. ഒരുവിധമൊക്കെ എല്ലാവരും എല്ലാ പ്രകടനം കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പക്ഷേ ഈ അഭിമുഖ സംഭാഷണം ഗോപിയാശാനും കാണുന്നുണ്ടാകും തത്സമയം. അങ്ങയുടെ ആഗ്രഹം സാധിക്കട്ടെ. ഒരുപാട് നന്ദി ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി എത്തിയത്. നമസ്കാരം. എനിക്കും ഏഷ്യാനെറ്റിനോട്. ഗുഡ് മോർണിംഗ് കേരളം വീണ്ടും വാർത്തകളിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം. ദിസ് ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി ബോബി എൻ മറഡോണ.